തലയ്ക്ക് സുഖമില്ലാണ്ടായ എന്താ ചെയ്യാ? അത് ശരി. എനിക്ക് മാനസികമായിട്ട് പ്രത്യേകതരം ഒരു വട്ടൻ അറിയാവോടാ സന്തോഷേ. ശരി മന്യ, ഞാനൊരു കൂതറ. കൊച്ചു കള്ള ഇവിടെ ഒളിച്ചിരിക്കല്ലേ? ഞാൻ വീട്ടിൽ പോയിരുന്നു, ഇങ്ങോട്ട് പോകുന്നെന്ന് പറഞ്ഞു. അയ്യോ, കക്കൂസില്ല, മദ്യത്തിന് വില കുറവാ, കഞ്ചാവ് ലീഗല, സുഖമായി ജീവിച്ച് സുഖമായി മരിക്കുക, അത്രല്ലേ കുടിക്കുന്നുള്ളൂ. പശുവിന്റെ പാല്, പശുവിന്റെ മൂത്രം, പശുവിന്റെ തീട്ടം. ചോറാണല്ലോ നോമിനൊരാശ ഒന്ന് അങ്ങോട്ട് വീശ. ഒരു ചാനലിൽ ചെന്ന് അതിന്റെ ആങ്കറെ പ്രപ്പോസ് ചെയ്യാം. രണ്ട് പെണ്ണിനെ കല്യാണം കഴിക്കാൻ പോകുന്നു. ഇതിനെന്ത് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, ആർക്കും അത് അങ്ങനെ വലിയ സീരിയസ് ആയിട്ട് എടുക്കുന്നൊന്നുമില്ല. ഇനി അടുത്തത് വരുന്നത് ഇന്നിപ്പോ പറഞ്ഞോണ്ടിരിക്കുന്നത് എന്താണോ അത് നാളെ വേറെ മാറും. അത് ഇന്നത്തെ ഇത് നാളെ വേറെ, മറ്റൊന്ന് അതുക്കും മേലെ. 4:30 എഴുന്നേറ്റ് അലാം വെച്ച് എഴുന്നേറ്റ് സിനിമ കാണാൻ പോകുന്ന ഊളയൊക്കെ എന്താ പറയണ്ടേ? ഇവനെയൊക്കെ കെട്ടി വല്ല കൊച്ചുങ്ങളൊക്കെ ആയി കഴിഞ്ഞാലാ പാടെ. ഇവൻ രാവിലെ എഴുന്നേറ്റ് സിനിമ കാണാൻ പോകുമോ? അപ്പൊ അതിനകത്ത് പലപ്പോഴും ഞാൻ പറയാറില്ല, ഇപ്പൊ കഞ്ചാവിനോ കള്ളിനോ മയക്കുമരുന്നിനോ ഒന്നും വലിയ പ്രാധാന്യം ഇല്ല, ഇതടിക്കുന്ന ആൾക്കാണ് പ്രാധാന്യം. അമ്മച്ചിയുടെ മോനൊരു മഹാപ്രസ്ഥാനമാണ്. അമ്മച്ചി ആ പ്രസ്ഥാനത്തെ പ്രസവിച്ച അമ്മച്ചിയുടെ പാദം തൊട്ട് വന്നിക്കാനാണ് ഈ തോമസ് വൈദ്യ ഇപ്പൊ ഇങ്ങോട്ട് കേറി വന്ന് പാടെന്താ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഫാൻസുകാരെല്ലാം ഓടിക്കൂടിയേക്കുവാ. എന്നിട്ട് വന്നിരിക്കുക കൊറേ എണ്ണ. എന്തിനാ ഇതൊക്കെ ശ്രദ്ധിക്കുന്നത്? ഞാനിപ്പോ പറഞ്ഞതൊക്കെ എന്തിനാ മൈൻഡ് ചെയ്യുന്ന ഇവര്? ശരി എന്നാ പൊങ്ങൻ പൊങ്ങൻ അവരുടെ ഡ്രസ് കോഡൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതുപോലുള്ള കുറെ ആളുകൾ ഇവിടെയൊക്കെ ഉണ്ട്. പൊങ്ങന്റെ കൂടെ ഒരാളുണ്ടെന്നേ വെക്കും. എറണാകുളത്തേക്കായിരിക്കും അല്ലേ? എന്തോ എറണാകുളത്തേക്കാണോ? ഞാനും എറണാകുളത്തേക്കാ. അല്ല, എന്താ പണി? സാധാരണ പണികളൊക്കെ തന്നെ. സാധാരണ പണിയാണെന്ന് കണ്ടാ പറയൂല കേട്ടോ. പിന്നെന്ത് പറയും? ഒരു രാജകലയുണ്ട്. പാർക്കിലൊക്കെ പോയ ഒരു വല്ലാത്ത രസമല്ലേ? എടാ കുട്ടാ, നമുക്കൊന്ന് പാർക്കിലൊക്കെ ഒന്ന് പോയിട്ട് വന്നാലോ? നല്ല രസമല്ലേ? ഞാൻ ആരാണെന്ന് കേരള പോലീസിനും കേരളത്തിലെ പ്രമുഖരായ മന്ത്രിമാർക്കും എന്നെ അറിയാം. എന്നിട്ടും സാറിന് എന്നെ മനസ്സിലായില്ല. 2 വർഷത്തിലൊരിക്കലൊക്കെ ചിലപ്പോൾ രാത്രിയിലൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ പെട്ടെന്ന് ഇങ്ങനെ എന്തെന്നറിയാത്ത രീതിയിൽ ഭയങ്കരമായ റിയാക്ഷൻ ഉണ്ട്. അത് എന്താ പ്രശ്നം? അതെ, ബ്രെയിൻ എന്തോ അങ്ങനെ ചെയ്യിക്കുന്നതാണെന്നും പറയാം. പക്ഷെ അത് പിടിച്ചാൽ കിട്ടത്തില്ല കേട്ടോ. അതെന്തോ പോലത്തെ ഇത്. അതൊക്കെ വീഡിയോ എടുത്തിട്ടാൽ ചിലപ്പോൾ ഇവര് നിങ്ങളൊക്കെ കണ്ടിട്ട് പേടിക്കും. ഞാനെന്താ ഇങ്ങനെയെന്ന് വിചാരിക്കും. ഇതെന്തോ ഭയങ്കര കൂടിയ അസുഖമാണെന്ന് വിചാരിക്കും. അതുപോലെ കുറഞ്ഞൊരു അസുഖമായത്. അവൻ നല്ലാകും. ഇവിടെ നിന്ന് മാറി നിന്ന കണ്ടിത അവൻ നല്ലാകും. പിന്നെ കൂടെ ഞാനിൽവാ.